ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ക്രിസ്മസ് വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാരിയിൽ വരയ്ക്കുന്നൊരു പിക്ചറാണ്. ഇതാണ് പിക്ചർ കേട്ടോ. ഇത് ഞാൻ കൈകൊണ്ട് വരച്ചെടുത്തൊരു പിക്ചറാണ്. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ കുറേ പിക്ചേഴ്സൊക്കെ റെഫർ ചെയ്യാം. പിൻട്രസ്റ്റിൽ നോക്കുവാണെങ്കിൽ കുറേ പിക്ചേഴ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ട് നമുക്ക് പിക്ചർ വരയ്ക്കാം. ഇതിൽ ഞാൻ കുറച്ച് പിക്ചേഴ്സ് കണക്ട് ചെയ്ത് വരച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ളൊരു റെഡ് ഫ്ലവറും പിന്നെ കുറച്ച് ലീവ്സും ചെയ്യാം. അപ്പോൾ ഈ പിക്ചർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി കേട്ടോ. അതിനുവേണ്ടിയാണ് പിക്ചർ ആദ്യം കാണിക്കുന്നത്. ഇനി ഈ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സാരിയുടെ താഴെയായിട്ട് ഞാൻ പിക്ചർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് വരയ്ക്കുന്നത് പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുന്ന സ്ഥലത്തായിട്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം ട്രാൻസ്പെറൻറ്റ് സാരി ആയതുകൊണ്ട് താഴെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കൂടി ഒന്ന് നോക്കാം കേട്ടോ. പിക്ചർ നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടി കറക്റ്റായിട്ട് ഒട്ടും നീങ്ങിപ്പോവാത്ത രീതിയിൽ നമുക്കൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. പിക്ചർ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് വൈറ്റ് സാരിയിലാണ്. വൈറ്റ് സാരിയിൽ ഡിസൈൻസ് കുറച്ചെങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പാട് കാണുന്നതാണ്. അതുകൊണ്ടാണ് വരയ്ക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് ഫെദർ സ്റ്റിച്ച് ചെയ്യാനുള്ള പ്ലേസാണ്. ഫെദർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ലൈൻ വരച്ചാൽ മതി. അപ്പോൾ ഞാനിത് സാരിയിൽ വരച്ചതിന് ശേഷം ഒന്നുകൂടി നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിക്ചർ വരയ്ക്കൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്യാം. ഞാൻ വിചാരിച്ചു കുറച്ച് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാമെന്ന്. പിന്നെ ലീവ്സിന് ഗ്രീൻ കൊടുക്കാം. അങ്ങനെ കുറച്ച് എൻ്റെ ഐഡിയ അനുസരിച്ച് കളേഴ്സ് ഇടാം. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇവിടെ ഞാൻ കുറച്ച് റെഡിൻ്റെ ഷെയ്ഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ളൊരു റെഡാണ് കേട്ടോ. ഇത് 047 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. പിന്നെ കുറച്ച് ലൈറ്റ് റെഡ് എടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് റെഡിൻ്റെ ഷെയ്ഡ് വരുന്നത് 046. പിന്നെ ഗ്രീൻ എടുത്തിരിക്കുന്ന അതേപോലെ തന്നെ മൾട്ടി കളറിൽ വരുന്ന ത്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. 1206. ഗ്രീൻ എടുത്തിരിക്കുന്നത് 0258. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രീനും കൂടി കൊടുക്കാം. 0269. ഇത് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഫ്ലവർ പെറ്റൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡാണ് എടുക്കാൻ പോകുന്നതെന്ന്. ടോട്ടൽ 6 പെറ്റൽസ് ആണുള്ളത് ഫ്ലവേഴ്സിന്. അപ്പോൾ നമുക്കൊരു 3 പെറ്റൽസ് ലൈറ്റ് ഷെയ്ഡും 3 പെറ്റൽസ് ഡാർക്ക് ഷെയ്ഡും ചെയ്യാം. ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ടോ ഫ്ലവർ പെറ്റൽ ചെയ്യുന്നത്. ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഫ്ലവർ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചെയ്യുമ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുന്നവരെ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു പെറ്റലാണ് ഞാൻ കാണിക്കുന്നത്. ഈ സെയിം ഈ സെയിം സ്റ്റിച്ച് ഞാൻ വേറെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചും പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏത് സ്റ്റിച്ച് ഏത് ഡിസൈനിൽ ആപ്റ്റായിട്ട് വരും എന്നൊക്കെ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ തീമായതുകൊണ്ടാണ് ഞാൻ റെഡ് ആൻഡ് ഗ്രീൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സാരിയുടെ കളർ അനുസരിച്ചിട്ട് ഏത് കളർ കോമ്പിനേഷനിലും ചെയ്യാം. ഇപ്പം ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിലും ഭംഗിയായിരിക്കും. ഒരു എന്താ പറയുക ചിക്കു ഷെയ്ഡൊക്കെ ആണെങ്കിൽ അതിൽ ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ഫ്ലവറൊക്കെ ചെയ്യുകയാണെങ്കിൽ കാണാൻ രസമായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടി അനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ ഈ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ക്രിസ്മസ് ആയതുകൊണ്ട് ഒത്തിരി പേരിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഇടണമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ക്രിസ്മസിൻ്റെ ടൈമിൽ ഒരേപോലെയുള്ള കളേഴ്സൊക്കെ ഡ്രസ്സ് ഇട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നവരായിട്ട് ഇങ്ങനെ ചോദിക്കാറുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഡിസൈൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് തീം വരുന്ന രീതിയിൽ കളർ കോമ്പിനേഷനും ഏകദേശം അതിന് മാച്ചായിട്ട് കേട്ടോ.
അപ്പോൾ 1-2 ദിവസത്തിനിടയ്ക്ക് ഓരോരോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കുറച്ച് പേരിങ്ങനെ ബെഡ്ഷീറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഡിസൈനും ചോദിച്ചിട്ടുണ്ട്. അതും ഞാൻ ഒരെണ്ണം വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം അതും കൂടി അപ്ലോഡ് ചെയ്തേക്കാം. അതുകൊണ്ട് വീഡിയോ റെഗുലറായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും എൻക്വയറിയോ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കുവാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജസ് അയയ്ക്കുക. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന വാട്സപ്പ് മെസ്സേജസ് ആണ്. എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ടു ഈവനിങ് ഞാൻ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് കോൾസ് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് വാട്സപ്പ് മെസ്സേജസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇതാ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ പെറ്റൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത സെയിം സ്റ്റിച്ച് തന്നെയാണ് ഞാൻ ലീഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ലീഫ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, അതായത് ഗ്രീനിൻ്റെ ഏതെങ്കിലും ഷെയ്ഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് കുറച്ചുകൂടി ലൈറ്റ് ഗ്രീൻ കൊണ്ട് ലീഫ് ചെയ്യാമെന്നാണ്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ കാണാൻ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ സാരി വൈറ്റ് ആയതുകൊണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സാരിയാണല്ലോ. അപ്പോൾ ഡാർക്ക് കളേഴ്സ് വരുമ്പോഴായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ അങ്ങനെ ഡാർക്ക് ഗ്രീൻ തന്നെ ഡിസൈഡ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ വലിയൊരു ലീഫാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ലീഫും കൂടി നമുക്ക് ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഇതിൽ ത്രെഡ് എടുത്തിരിക്കുന്നത് 6 strands ആണ്. അതായത് 3 strands എടുത്തിട്ട് അത് നീഡിലിൽ കോർത്ത് മടക്കി കെട്ടി 6 ആക്കിയാണ് എടുത്തിരിക്കുന്നത്. 6 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിസൈനിന് കുറച്ച് പ്രൊജക്ഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ 6 എടുക്കുന്നത്. പിന്നെ ചിലരൊക്കെ 3 strandsൽ ചെയ്യുന്നവരുണ്ട്, കുറച്ച് പതിഞ്ഞ പോലെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഈ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ലീവ്സും ഞാൻ ഈ സെയിം ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്താൽ കാണാൻ നല്ല ഭംഗി, അതായത് ആ ലീഫിൻ്റെ ഒരു ഷേപ്പും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് തിക്നെസ്സും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഈ ഒരു സ്റ്റിച്ചിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ത്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും 6 strands എടുക്കുക. അതായത് 6 strands ത്രെഡ് ഡയറക്റ്റ് നീഡിലിൽ കോർക്കാതെ 3 എടുത്തിട്ട് കോർത്ത് ടൈ ചെയ്തെടുക്കുക കേട്ടോ. 6 strands ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ചാൽ തിക്നെസ് കൂടുതലായിരിക്കും ഇത് നീഡിൽ ക്ലോത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്. സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ലീവ്സും കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ ഈ ലീവ്സിൻ്റെ സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ചസ് എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓൾറെഡി നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഓരോ സ്റ്റിച്ചസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റിച്ച് പറഞ്ഞാൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു റിലേറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് ഒത്തിരി പേര് പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ സ്റ്റിച്ചസും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നത് കേട്ടോ. ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 or 7 സ്റ്റിച്ചസിൽ നമുക്ക് ഒരു ലീഫ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ വരുന്ന ബാക്കി പെറ്റൽസ് കൂടി കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്ത് സ്റ്റെം ചെയ്യാം. അതേപോലെ തന്നെ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീവ്സും കംപ്ലീറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സ്റ്റിച്ച് ആയതുകൊണ്ട് ഞാനത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണിക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല ടൈം എടുത്ത് നല്ല ഭംഗിയിൽ സാവധാനം ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് ഡിസൈൻ എപ്പോഴും നമ്മൾ ഭംഗിയായിട്ട് സാവധാനം ചെയ്യുക, എന്നിട്ട് വേണം നെക്സ്റ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ഡിസൈനിലെ നെക്സ്റ്റ് പാർട്ട് കൂടി ചെയ്യാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ ഫെദർ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വരണം എന്നുണ്ടെങ്കിൽ ഫെദർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ചെറിയ ഡിസൈനിൽ ചെയ്യാം. ചെറിയ ചെറിയ ഫെദേഴ്സ് പോലെ വരുവാണെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോളൂ കേട്ടോ. ഫെദർ ചെയ്യാനായിട്ട് ഞാൻ മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കളർ ചേഞ്ച് ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡിൻ്റെ എല്ലാ നമ്പേഴ്സ് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗട്ട് ചോദിക്കുന്നത് ഇതിൻ്റെ നമ്പർ ചോദിച്ചിട്ടാണ് ത്രെഡിൻ്റെ. ചിലർക്ക് സെയിം ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് തന്നെ ഇട്ട് ഡിസൈൻ ചെയ്താലാണ് ഭംഗിയായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലും ഫസ്റ്റ് തന്നെ ഏത് കളർ ത്രെഡൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ ഷെയ്ഡ് നമ്പർ ഏതൊക്കെയാണെന്നും കാണിച്ചിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ അത് നിങ്ങൾക്ക് സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് വാങ്ങാം. അതല്ല വേറെ ഡിസൈനിൽ കളർ ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഒരുപാട് കളറിൻ്റെ ഷെയ്ഡ്സ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടാനായിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രീവിയസ് വീഡിയോ കൂടി സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പെറ്റലിലൊക്കെ ടച്ച് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈനിന് സെയിം ആ ഒരു എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എപ്പോഴും നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സൈഡിൽ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കിലൊന്നും കൈ മാക്സിമം ടച്ച് ചെയ്യാതെ നോക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ കെയർഫുള്ളായിട്ട് ചെയ്യുവാണെങ്കിലാണ് നമ്മുടെ ഡിസൈൻ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ കളറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതല്ല നിങ്ങൾക്ക് പ്ലെയിൻ കളർ മതി എന്നുണ്ടെങ്കിൽ പ്ലെയിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ മൾട്ടി കളർ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ആ ഒരു ഷെയ്ഡ് വരുമ്പോൾ പിക്ചർ ടോട്ടലി തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. എപ്പോഴും പുതിയ ഡിസൈൻസ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യാൻ നോക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ചേഞ്ചസ് കൂടി വരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുമല്ലോ. ഇതാ നമ്മുടെ പിക്ചർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് വരുന്നൊരു പോർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്കായി ഞാൻ ക്രീം കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രീം കളർ ത്രെഡിൽ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഫ്രഞ്ച് നോട്ട് ചെയ്തൊരു ചെറിയ ഫ്ലവർ പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവും. ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളർ യൂസ് ചെയ്യാമെന്ന്. പക്ഷേ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്മസ് തീമിന് ആപ്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ക്രീം കളർ ചൂസ് ചെയ്തത്. നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നടുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രഞ്ച് നോട്ട് നടുക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ ചുറ്റിലും അത് ഫില്ലാവുന്നവരെ ഫ്രഞ്ച് നോട്ട് ചെയ്യുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് കൂടി ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സാരി അത് ഏത് മെറ്റീരിയൽ, അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ നടുക്കത്തെ ആ ഒരു സ്റ്റിച്ചും കൂടി ചെയ്യാം. ഞാൻ എപ്പോഴും സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് സാരിക്ക് മാച്ചാവുന്ന കളേഴ്സ് നോക്കിയിട്ട് അങ്ങനെയാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം ഏത് കളേഴ്സൊക്കെ വേണമെന്ന് ഡിസൈഡ് ചെയ്ത് കുറച്ച് കളേഴ്സ് മാറ്റി വെക്കും. പിന്നെ ചില സമയത്ത് നമ്മൾ ചില കളേഴ്സ് മാറ്റി അതിന് പകരം വേറെ കളർ എടുക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്തത്. എപ്പോഴും നമ്മൾ തയ്ച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഏരിയയിൽ തയ്ക്കുക. അപ്പോൾ ആ കളർ അതിന് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അങ്ങനെ വരുവാണെങ്കിലാണ് നമുക്കത് മാറ്റിയിട്ട് അടുത്ത കളർ എടുക്കാനായിട്ട് ഈസി ആയിട്ട് വരുന്നത്. ചില സമയത്ത് നമ്മൾ കുറച്ചധികം തയ്ച്ചിട്ട് മാറ്റണം എന്ന് വിചാരിച്ചാൽ നമുക്ക് തന്നെ മടിയാവും. ഇത്ര തയ്ച്ചല്ലോ ഇനി എങ്ങനെ മാറ്റും എന്ന് ഓർത്തിട്ട്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 2-3 സ്റ്റിച്ചസ് ചെയ്തിട്ട് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതങ്ങനെ നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ടേബിളിൽ വെച്ചിട്ട് നിങ്ങളെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. കണ്ടോ, ഫ്രെയിം വെച്ചിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ നമുക്കിനി ഫ്രെയിം മാറ്റിയിട്ടും ഒന്ന് നോക്കാം കേട്ടോ. ലോങ് വ്യൂയിലും അതേപോലെ പല ആംഗിളിലും നമ്മൾ നോക്കുമ്പോഴേക്കും പിക്ചറിൽ കുറേ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ഇവിടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.